ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. യൂറോപ്യൻ ഫുട്ബോൾ ആണോ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ആണോ ഏറ്റവും കൂടുതൽ നിലവാരമുള്ള ഫുട്ബോൾ? ഇത് ഫുട്ബോൾ ലോകത്ത് എപ്പോഴും വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ആ തർക്കങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കിലിയൻ എംബപ്പെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. ഏതായാലും കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് എല്ലായിടത്തും നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ സൗത്ത് അമേരിക്കൻ ഫുട്ബോളാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ യൂറോപ്യൻ ഫുട്ബോളിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണ് എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും ഇപ്പോൾ ഒരേ ഫുട്ബോൾ തന്നെയാണ് ഉള്ളത്, പക്ഷേ പാഷൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. സൗത്ത് അമേരിക്കൻ താരങ്ങളുടെ ജന്മപരമായ കഴിവുകൾ കുറച്ച് ഉയർന്നതാണ്. തീർച്ചയായും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. യൂറോപ്പിൽ ക്വാളിറ്റി ഉണ്ട്. പല സൗത്ത് അമേരിക്കൻ താരങ്ങളും യൂറോപ്പിലാണല്ലോ കളിക്കുന്നത്. അവിടുത്തെ ഗെയിം വളരെ വേഗതയുള്ളതും ഇൻറ്റൻസിറ്റി അഥവാ തീവ്രത നിറഞ്ഞതുമാണ്. അവിടത്തേക്കാൾ കൂടുതൽ ക്വാളിറ്റി സൗത്ത് അമേരിക്കയിൽ ഉണ്ട് എന്ന് ഞാൻ പറയും. യൂറോപ്പിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണ്, സൗത്ത് അമേരിക്കയിൽ ക്വാളിറ്റിയും. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതുവരെ റയലിൻ്റെ പരിശീലക സ്ഥാനത്തായിരുന്നു ആഞ്ചലോട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട്. ആദ്യമായിക്കൊണ്ടാണ് ഒരു ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി വരുന്നത്. വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. 2026 വേൾഡ് കപ്പിൽ മികച്ച രൂപത്തിൽ ടീമിനെ നയിക്കുക എന്നുള്ളതാണ് ആ വെല്ലുവിളി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.